അസ്സലാമലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. കടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. അള്ളാഹു നമ്മുടെ കടങ്ങൾ മാറ്റി ജീവിതത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എത്ര വലിയ കടങ്ങളാണെങ്കിലും അള്ളാഹു മാറ്റിത്തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇൽമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെളിച്ചമായി സഹാബകൾക്ക് കൈമാറിയ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനും നിങ്ങളും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. കടമില്ലാത്തതായി ആരുമുണ്ടാകില്ല. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി ജീവിതത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 5 കാര്യങ്ങളിൽ ഒന്നാമത് പഠിപ്പിച്ച ഈ നിസ്കാരമാണ്. ഒരുപാട് ആവശ്യങ്ങൾ സഫലീകരിക്കാൻ ഈ നിസ്കാരം ഉപകരിക്കും. അള്ളാഹു നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നിസ്കാരം തഹജ്ജുദ് നമസ്കാരമാണ്. സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ, ശേഷം ആയത്തുൽ കുർസി 3 തവണ നമ്മൾ പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്യുക. ഈ നിസ്കാരം ചെയ്താൽ നമ്മുടെ കടങ്ങൾ മാറ്റിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥനയാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു താലയ്ക്ക് വളരെ പ്രയാസം അനുഭവിച്ച് ദുഃഖിതരായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിലേക്ക് കടന്നു വന്നു. അപ്പോൾ അബൂ ഉമാമ വളരെയധികം പ്രയാസപ്പെട്ട് വേദനയിലിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബൂ ഉമാമയോട് ചോദിച്ചു, അല്ലയോ അബൂ ഉമാമേ, താങ്കൾ എന്താ പ്രയാസപ്പെട്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് അബൂ ഉമാമ പറഞ്ഞു, ഒരുപാട് കടമുണ്ട് നബിയെ, ഈ കടം മാറാൻ ദുആ ചെയ്യണമെന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അബൂ ഉമാമയോട് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അബൂ ഉമാമ, നിനക്ക് ഞാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരട്ടെ? ഈ പ്രാർത്ഥന നീ നിത്യമാക്കി കഴിഞ്ഞാൽ നിൻ്റെ കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്ക്രീനിലേക്ക് നോക്കുക. ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നത് ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. ഏതാണ് ആ നാമം? എല്ലാ സമയങ്ങളിലും ധാരാളം ഇത് പതിവാക്കുക. യാ ബാസിത്തു യാ കാവി യാ അല്ലാ, യാ ബാസിത്തു യാ കാവി യാ അല്ലാ, യാ ബാസിത്തു യാ കാവി യാ അല്ലാ, ഇപ്പോഴും പറയുക. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഒരു ദിക്ർ കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ നിത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ. അഞ്ചാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിലെ 66-ാമത്തെ ആയത്തായ സൂറത്തുൽ തഹരീർ. ഈ തഹരീർ നമ്മൾ പാരായണം ചെയ്താൽ എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുമെന്ന് എല്ലാവരും ജീവിതത്തിൽ നിത്യം ചെല്ലുക. അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നമുക്ക് കടങ്ങൾ മാറ്റി തരുമാറാകട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ.